ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് എം ജയേന്ദ്രൻ ഒന്ന് കാണുന്നു പറഞ്ഞിട്ട്. പുള്ളി പറഞ്ഞ അല്ല, ഡ്രൈവർ ഓടിക്കാൻ അങ്ങോട്ട് പറഞ്ഞ ചിലപ്പം നടക്കും. കൊച്ചിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊതുകും പാട്ടുകാരാണല്ലോ, പൊന്തി വരണ്ടേ. പക്ഷെ എന്റെ ശബ്ദത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. സൂപ്പർ. അപ്പൊ ഓക്കെ, വലുതലിച്ച് കയറിക്കോ. Yes. I'm Arjun Ram. New appointment. Wait to you. Arjun has come. Hello, ma'am. Arjun, ഇരിക്ക്. Thank you. ഇതാണ് എൻ്റെ CV. Good. University topper in criminology. Forensic science, cybercrime, anti-terrorism, law. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ആഫ്റ്റർ ക്രിമിനോളജി. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തു? ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഇറ്റ്സ് മൈ പാഷൻ. കുറ്റവാസന കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, അത് തടയാനുള്ള മാർഗവും പറയുന്നുണ്ട് ക്രിമിനോളജിയിൽ. അപ്പൊ ജോലി എന്ന് മാത്രമല്ല, ഒരു സോഷ്യൽ ആംഗിൾ കൂടെയുണ്ട് തീരുമാനത്തിൽ. അർജുന് ടീ ഓർ കോഫി? നോ മാം, താങ്ക്സ്. ഈ ജോലിക്ക് വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് അർജുൻ കരുതുന്നത്? നോ ഡൗട്ട്, ഒബ്സർവേഷൻ. ചില മൾട്ടിനാഷണൽ കമ്പനീസ്, ഇൻഷുറൻസ് ഫേംസ് അവരുടെ സ്റ്റാഫ്സിനെയോ കസ്റ്റമേഴ്സിനെയോ മോണിറ്റർ ചെയ്യാൻ പറയാറുണ്ട്. അർജുൻ്റെ ഫസ്റ്റ് ഫേസും അതായിരിക്കും. ഓക്കെ. നമുക്കവരെ രഹസ്യമായി പിന്തുടരാം. ബട്ട് നോ പേഴ്സണൽ കോൺടാക്ട്സ്, നോ റിലേഷൻഷിപ്സ്. നമ്മളോട് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നവർ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സ് മാത്രം പരിഗണിച്ചാണ് തീരുമാനമെടുക്കുക. സോ ഇറ്റ് മസ്റ്റ് ബി ആക്യുറേറ്റ് ആൻഡ് സീക്രട്ട്. ഓക്കെ. ഫോളോ ദം അറ്റ് ദെയർ എവറി ഫുഡ് സ്റ്റെപ്സ്. ഇങ്ങോട്ട് കയറി വന്നത് എത്ര സ്റ്റെപ്സ് ആയിരുന്നു? 13 സ്റ്റെപ്സ്. ഗുഡ്. വേറെന്തൊക്കെയാ ഒബ്സർവേഷൻസ്? മാഡത്തിൻ്റെ ഫേവറേറ്റ് റൈറ്റർ മാധവിക്കുട്ടിയാണ്. അതെങ്ങനെ മനസ്സിലായി? ഷെൽഫിലാകെ 104 പുസ്തകങ്ങൾ. മോസ്റ്റ് ഓഫ് ദം ആർ ലോ റിലേറ്റഡ്. പക്ഷെ അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട് ഫോർ മാധവിക്കുട്ടി. എക്സാക്ട്ലി. ആൻഡ് സംതിങ് അബൌട്ട് യുവർ ഷർട്ട്. വാട്ട്? തിരക്കൊണ്ടായിരിക്കും. യു ഫോർഗോട്ട് ടു ടേക്ക് ഔട്ട് ദ കോളർ. താങ്ക്സ്. Arjun, meet Gokul, our senior manager. Hi. Arjun Ram Mohan. Started your LKG at AGM Public School. പിന്നീട് 12th വരെ അവിടെ കണ്ടിന്യൂ ചെയ്തു. Number 1 in all classes except 9th. 9th-ലായിരുന്നു അമ്മയുടെ മരണം. ഡിഗ്രി ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ക്രിസ്ത്യൻ കോളേജ്. പിന്നെ സ്പോർട്സിൽ 2 തവണ 400 മീറ്റേഴ്സിന് സ്റ്റേറ്റ് ചാമ്പ്യൻ. ഇപ്പം 4 വർഷമായി കളരി പ്രാക്ടീസ് ചെയ്യുന്നു. ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI. അക്കൗണ്ട് നമ്പർ 5700171025. ഇന്നലെ വൈകുന്നേരം 4:15 KPN ബസ്സിൽ വൈറ്റിലയിൽ വന്നിറങ്ങി. സീറ്റ് നമ്പർ 22. ഇറ്റ്സ് ഇനഫ്. ഞാനിരിക്കുന്ന സ്ഥലത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഓക്കെ. ദെൻ ഗോകുൽ, അർജുന്റെ ഫസ്റ്റ് അസൈൻമെന്റ് തീരുമാനിച്ചിട്ട് ഏൽപ്പിച്ചോളൂ. ദിസ് ഇസ് ശേഖർ. ഹായ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ശേഖറിനോട് ചോദിക്കാം. യു ക്യാൻ ഹയർ എനി വെഹിക്കിൾസ്. കമ്പനി പേ ചെയ്യും. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടാർഗറ്റ്. ബേസിക് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പപ്പേട്ട നിങ്ങൾ ഈ വൈക്കൊന്നും കാണാനില്ലല്ലോ. ടൂറല്ലേ? ആണോ? ഇതാ നിന്റെ ഫ്രണ്ട്.
ഹലോ ഹലോ. ഏതാ ബ്രാൻഡ്? ഈവൻ കള്ളുടിക്കൊന്നുമില്ലാന്ന്. എന്തിനാണ്ടാ ഇങ്ങനെ ഒരു ജന്മം? ജിങ്ങട് വന്നേ. ഓൾ എനിക്ക് ചുണ്ടിന്റെ പട അയച്ചു. ആണോ? അടിപൊളി. തിരിച്ചയച്ചില്ലേ? അയച്ചു, പക്ഷെ മറുപടിയില്ല. പെട്ടെന്ന് മറുപടി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വിടരുത്. പൊന്നെ മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞ് അയച്ചോണ്ട് നിൽക്കണം. അയച്ച് നശിപ്പിക്കണം. മനസ്സിലായോ? ഓളായിരിക്കും, അതായത് വരാത്തത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓൾ ഓൺലൈനിലുണ്ട്. ഉമ്മ വെച്ചിട്ട് ഞാൻ തകർക്ക് മോനെ തകർക്ക്. പപ്പേട്ട അപ്പുറത്തെ വീട്ടില. പപ്പേട്ടനെ ഫേസ്ബുക്ക് പഠിപ്പിച്ചേ ഞാനാ. ഇയാൾക്കിത് എന്തിനാ കേടാ? ഒരു ഉമ്മക്കാരൻ. ഇയാളെ ഭാര്യയ്ക്ക് ഉമ്മ അയച്ചോണ്ട് നിൽക്കണേ. ഭാര്യയ്ക്കോ? പപ്പേട്ടന്റെ ഭാര്യ ഫേസ്ബുക്ക് വഴി ഒരാളെ പ്രേമിച്ചൊളിച്ചോടി. ഇയാളിപ്പോ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി തിരിച്ച് പ്രേമിച്ചോണ്ട് നിൽക്കുക. ഒരു ഫേസ്ബുക്ക് പ്രതികാരം മിക്കവാറും തിരിച്ചു ചാടും. ചാടിക്കഴിഞ്ഞിട്ട് ഇയാളെ കാണുമ്പോഴാണ് ഫുള്ള് കോമഡി. സർ, ഇതാ സാറിൻ്റെ നെക്സ്റ്റ് അസൈൻമെൻറ്റ്. This is my heart. Thank you, my sweetie. Love you, dear. സാർ, ഈ മോണിറ്ററിംഗ് അല്ലാതെ വേറെ എക്സൈറ്റിംഗ് ആയ കേസ് എന്തെങ്കിലും തരൂ. എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ലതാ. സമയമാകുമ്പോൾ തന്നെ തേടി ത്രില്ലിംഗ് ആയ ഒരു കേസ് വന്നിരിക്കും. നിയമത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭയം തോന്നിയിട്ടില്ല. ആത്മാവിന് ആത്മാവിൻ്റെതായ നിയമങ്ങളാണ്. സ്വാമി തേജോമയ ബ്രഹ്മദത്തി യോഗികൾ അയച്ചതാണ്. നമസ്കാരം സ്വാമി, അകത്തേക്ക് വരൂ. ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപിജനായ പരായ പരപുരുഷായ പരമാത്മാന്റെ പരകർമ്മ മന്ത്രാഷ്ട പാപങ്ങളെല്ലാം ഇതിലേറ്റ് പറഞ്ഞോളൂ. മുറികളിലെല്ലാം യന്ത്രം സ്ഥാപിച്ചു തീരാതെ ഈ രക്ഷാകവചത്തിൽ നിന്നും എഴുന്നേൽക്കരുത്. ഓ സ്വാമി.